പറഞ്ഞേ. എന്താ ചേട്ടാ, എന്ത് പറ്റി? കിതയ്ക്കുന്നുണ്ടല്ലോ. എന്റെ പുറകെ പോലീസുണ്ട്. ഈ വാച്ചാണ് നീ വെച്ചു. ഇതെന്തിനാണ് എനിക്ക്? അകത്തെന്റെ ബാഗ് എത്തിക്കേണ്ട സ്ഥലമുണ്ട്. ഇത് ഒരുപാട് വിലമതിക്കുന്ന വാച്ചാ. ഞാനിവിടെ നിന്ന് അപകടമാണ്. ഇലഞ്ഞിക്കാവ് മ്യൂസിയത്തിൽ നിന്നും 200 വർഷം പഴക്കമുള്ള ഒരു വാച്ച് നഷ്ടപ്പെട്ടു. ഈ വാച്ചിന്റെ ചിത്രം ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക. തിരിച്ച് കണ്ടെത്തി കൊടുക്കുന്നവർക്ക് സർക്കാർ പാരിതോഷികം കൊടുക്കുന്നതായിരിക്കും. ഒരു ഒപ്പിടണേ. ഓക്കെ. ഹലോ സഖാവേ, ഞാൻ അരുണ. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, എന്നെ ഒന്ന് സഹായിക്കണം, അത്രേ ഉള്ളൂ. ബാങ്കിൽ നിന്നൊരു ജപ്തി വന്നു. അത് എങ്ങനെയെങ്കിലും 1 മാസം കൂടി ഒന്ന് നീട്ടി തരണം. ഞാൻ അത്ര ഒരു പരിങ്ങലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ. എങ്കിലും പിന്നെ വിളിക്കാം. ഓക്കെ, താങ്ക് യു. അവ പറഞ്ഞ അഡ്രസ് ഒന്ന് നോക്കാം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുന്നെങ്കിലോ. അമ്മയാണ് കണ്ടെങ്കിലോ. അവളെ ഒന്നും അറിയാൻ വയ്യ. അഡ്രസ് ഉണ്ടല്ലോ, സൈമൺ വള്ളക്കടവ്. ഫോൺ നമ്പറും ഉണ്ട്. എന്തായാലും ഒന്ന് വിളിക്കാം. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തായിരുന്നാലും അവിടെ മറന്ന് പോവാ. ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. പോകുമ്പോ മണ്ടന്മാരെയും കൂടെ കൊണ്ടുപോകാം. അതാ ബുദ്ധി. ദാ വരുന്നല്ലോ. നിന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അതിനെ പോലീസുകാരെ ഇറക്കി നടക്കുന്നുണ്ടല്ലോടാ. എന്താ വേറെ കേസ് വല്ലതും ഉണ്ടാ? എനിക്കറിയില്ല. എടാ, അവൻ ഒരു കാലവും ശരിയാവില്ലടാ. നിങ്ങൾ അവന്റെ കാര്യം വിട്. പിന്നെ ഞാൻ വന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗുണമുള്ളൊരു കാര്യം പറയാനാ. എന്ത് കാര്യമാണ്? വല്ല ഉടായ്പല്ലോ ആണോ? ഉടായ്പൊന്നല്ലടാ, ഒരു ജോലിയുടെ കാര്യം. നീ വളച്ചേട്ട കാര്യം പറ. കുറച്ച് ദൂരെ വള്ളക്കട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാ, ഒരു റിസോർട്ടിലേക്കാ കേട്ടോ. 3 ജോലിക്കാര് വേണം. നിങ്ങൾ വരുന്നുണ്ടോ? എന്തായാലും ഈ ഒരു നല്ല കാര്യം പറഞ്ഞു. നമുക്ക് പോയിക്കോട്ടെ. വരുമോ? പിന്നെ നമുക്ക് പോ. വാടേ, ഒരു ചായ കുടിക്കാം. എത്ര നേരം നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അവിടെ എത്തൂ. കുറച്ചുകൂടി നടക്കണം. ഗൂഗിൾ മാപ്പ് നോക്കിയാ നടക്കുന്നത്. എന്തെങ്കിലും നല്ല കാര്യത്തിലല്ലയോ നീ അലമ്പുണ്ട അങ്ങോട്ട് നടക്കാം. ലൊക്കേഷൻ കേട്ടായി. നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കേ, ഞാൻ അതിലെ കടയിലൊന്ന് തിരക്കട്ടെ. ആ ചേട്ടാ, 1 മിനിറ്റ്. ചേട്ടാ, ഈ അഡ്രസ് ഒന്ന് അറിയാമോ? സൈമൺ വള്ളക്കടവ്, കൊല്ലം. ഇയാൾ ഇവിടെ അടുത്തൊരു റിസോർട്ടിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഇയാൾ എവിടെ വരുമായിരുന്നു തുണിയൊക്കെ എടുക്കാൻ. പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് ആളിനെ കാണുന്നില്ല. ഇദ്ദേഹത്തിന്റെ നമ്പർ എന്തായാലും ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. നമ്പർ ഇങ്ങോട്ട് ചേട്ടാ. ഓക്കെ, ഇപ്പൊ തരാം. 83 04 01 76 93. ഓക്കെ ചേട്ടാ, ഓക്കെ. ഇവന്നെ ഇവിടെ പോയി കിടക്കുക. കുറെ നേരം അതിനകത്തോട്ട് പോയിട്ട്. ഹലോ, ഞാനേ ബാബുവിന്റെ ചേട്ടനാ കേട്ടോ. അവൻ തന്ന ഒരു വാച്ച് എന്റെ കൈവശമുണ്ട്. സാർ 2 ദിവസത്തേക്ക് വരുള്ളൂ? കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ ഇവിടെ 2 ദിവസത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്തോളാം. കുഴപ്പമില്ല. ഓക്കെ സാറേ, ഓക്കെ തന്നെ. താങ്ക് യു. ഇന്നലെ ആളെ കിട്ടിയോ? ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്ത് പ്രശ്നമാടാ? നീ പറ.
നമുക്ക് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഒരാൾ 2 ദിവസം കഴിഞ്ഞാൽ വരുത്തോളാം. ഇനി നമ്മൾ എന്താ ചെയ്യും? എന്ത് ചെയ്യാനാ? 2 ദിവസത്തേക്ക് നമ്മൾ വീട് അന്വേഷിക്കാം. എന്തെങ്കിലും ആകട്ടെ, നമുക്ക് അത് തന്നെ നോക്കാം. നമ്മളിവിടെ വന്നിട്ടേ 4ാമത്തെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ആ അരുണിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചെന്റെ അനുഭവം. ഓ അവൻ വരുന്നു മിണ്ടാരി. എന്തുകൊണ്ടാ രണ്ടുപേരും കൂടെ ഇരുന്നൊരു ചർച്ച? അല്ലടാ, ഞങ്ങളുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ടുകൂടെ പോയി കഴിക്കും. ചെല്ലടായിരുന്നിട്ട് ചെല്ലേ. നീ കഴിക്കാൻ വരുന്നില്ലേ? നിങ്ങൾ പോയി കഴിക്കേ, ഞാനങ്ങ് വന്നോളാം. ഇതാ വാ, എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഓ എന്നാ വാ. എന്തൊരു ചൂട്. നീ ഇവിടെ ഇരിക്കില്ലേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിരുന്നു, എന്തോ അത്യാവശ്യം ഉണ്ടെന്നാ പറഞ്ഞു. എന്റെ കണ്ണാടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ എനിക്ക് അറിയത്തില്ല പ്രശ്നം എന്താണെന്ന്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ എല്ലാ വിവരങ്ങളും പറയാം. ആ ഈ വാച്ച് അരുണിന്റെ ആണ്, ഞാൻ പറഞ്ഞിരുന്നാ മതി. ഞാൻ വന്നിട്ട് വിവരങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയാം. വാച്ച് എന്ത് നിന്റെ വാച്ച് അമീൽ എത്തുന്നത്. അമീൽ ഉമ്മ അത്യാവശ്യം എന്തോ കാര്യത്തിൽ വിളിച്ചോ, അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ പോയത്. നീ സമാനം പറഞ്ഞ ഒരു വാച്ചല്ലേ അവൻ കൊണ്ടുവരുത്തില്ലേ? നീ എന്ത് കാണിക്കാനാണ്? ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം. നീ പാക്ക് ചെയ്ത് തുണി എല്ലാം പാക്ക് ചെയ്ത്. ഇതിന്റെ സത്യം നീ ഞാൻ നാട്ടിൽ പോകത്തില്ല. ഇപ്പൊ പറഞ്ഞിരിക്കാൻ സമയമില്ല. നമുക്ക് പോകുന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് പറയാം. ആദ്യം ഒരു കാര്യം ചെയ്യും, ആ ബാഗ് എല്ലാം ഒന്ന് പാക്ക് ചെയ്യും. അറിയാം, പെട്ടെന്ന് പോകും. ഹമീദേ, നീ എവിടെയാണോ? നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലേ? കുറെ ദൂരെയായിരുന്നു, ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോരുന്നത്. എടാ ബാബു, എനിക്കിനി ഓടാൻ പോയടാ. ഈ വാച്ച് നീ എവിടെയും ഒളിപ്പിര്, പോലീസുകാരെ ഞാൻ നോക്കിക്കോളാം. നീ എടുക്കളിയാ, നീ പേടിക്കണ്ട, ഞാൻ ഏറ്റു. പിന്നെ എന്തുണ്ടോ വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നതോ? ഇത് കൊള്ളാലേലിയാ, എവിടെ നിന്ന് കിട്ടി? ഇത് വരുന്ന വഴി വാങ്ങിയതാ, 500 രൂപ വിലയായിരുന്നു. ഈ വാച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ വാച്ച് എനിക്ക് തരുവാണെങ്കിൽ 1000 രൂപ ഞാൻ തരാം. പിന്നെന്താ, തരാമല്ലോ. ഈ 1000 രൂപ ആദ്യം എടുക്ക്. ശരിയല്ലയാ? എന്തൊരു ചൂടായത്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പണിയെടുക്കാം. ആ മണ്ടനെ പറ്റിച്ച് തൽക്കാലം ഇത് ഇവിടെ എവിടെ കുഴിച്ചിടാം. ഇതാകുമ്പോ പറ്റിയ സ്ഥലം. ഇതാകുമ്പോ ആരും അറിയത്തില്ല, ഇവിടെ തന്നെ കുഴിച്ചിടാം. എന്തൊരു സൗണ്ട് കേൾക്കുന്നത് ഇവിടെ? കള്ളശേഷി ഇല്ലോടാ ഇത്. ഇതെന്തോ എടുക്കുന്നത്? എടാ കള്ള ശശി, കൊള്ളാമല്ലോടാ ഇത്. ഇത് നീ എവിടെ അടിച്ചിട്ട് പോരുന്നു?
അമിത് തോ പോന്നടാ, ഓടി ഓടി. അമിതി അവിടെ നില്ലടാ. അറിയിക്കളിയാ എടാ ഇവന്മാർ എന്റെ വഴിക്ക് വന്നാ. അതവിടെ നിൽക്കട്ടെ, നീ എന്റെ വാച്ച് എടുത്തില്ലായിരുന്നോ? അതെന്തി? അതളിയാ ഞാനേ അതെടുത്തൊന്ന്. നീ എന്തിനാ കാണിക്കുന്നേ? തെളിച്ചു പറ കാര്യം. അത് ഞാനങ്ങ് വിറ്റ്. എന്തുകൂടാ നീ പറയുന്നത്? ആർക്ക് വിറ്റടാ നീ? 1000 രൂപയ്ക്ക് ഞാനതിന് ശശിക്ക് കൊടുത്തു. അവൻ എങ്ങോട്ട് പോയളിയാ? അതെ, അവൻ ആ വഴിക്കാ പോയത്. ഏറ്റ സമയോ നീ വല്ലതും ഉണ്ടോ? ആ ഒരു വള്ളവും വരുന്നുണ്ട്. അവന്റെ വല്ല കായൽക്കാരനെ വിളിച്ചിരുന്നുണ്ട്. ഉണ്ടാവാ ഉണ്ടാവാ. നീ എന്നാ പൈസ എന്നാ വാച്ചിങ് എടുക്കും. ആ വാച്ച് എന്റെ കയ്യിലില്ല. മഴ വരുന്നു, വാ നമുക്ക് ആ ഷെഡിലോട്ട് കയറി സംസാരിക്കാം. വാ ശശി, ഈ വാച്ച് എടുക്കാൻ നീയും എന്റെ ജ്യേഷ്ഠൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം സത്യം പറ, അതിന്റെ പ്രയോജനം നിനക്കുണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം. ഞാനത് ഒരിടത്ത് ആരും അറിയാതെ കൊണ്ട് കുടിച്ചിട്ടിരിക്കുക. നിങ്ങൾ വന്നാൽ ഞാൻ അത് എടുത്തു തരാം. വാടാ, നമ്മ അങ്ങോട്ട് പോകാം. അയ്യോ എന്റെ ദൈവമേ, ഇതിവിടെ കുളിച്ചിട്ടുന്നത് ആരും എടുത്തോണ്ട് പോയി. നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോണ്ടാ മതി. ദൈവത്തിനാണ് ഞാൻ എടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. എവിടെ പോയോ? അല്ലേ അവരോടെ പോയി കിടക്കും. അയ്യെ കളയണമെന്ന് പറഞ്ഞല്ലോ, അതിനുവേണ്ടി വന്നെയാണ്. നീ അത് കളയ്ക്കണം. പിന്നെ നീ മമ്മട്ടിയൊക്കെ ഇട വയ്ക്കേ. എന്റെ അമ്മയ്ക്ക് സുഖം തന്നെ. വാ, നീ ഒരു കാര്യം പറഞ്ഞു. വാ, ഒരുപാട് ക്ഷീണിച്ചു, ഒന്നും കഴിക്കത്തില്ലടാ നീ. എന്തോ നീ എന്താ വില വരും? പറഞ്ഞ പരിപാടി കിട്ടിയാ? നമുക്ക് ഈ സാധനം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം. ആ അതാ നല്ലത്. എടാ, ഇത് നമ്മുടെ നാട്ടിലെ മ്യൂസിയത്തിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് പോലീസിൽ തന്നെ ഏൽപ്പിക്കാം. ഇത് നമുക്ക് കൊടുക്കാം, എന്നിട്ട് കിട്ടുന്നത് മേടിക്കാം. വാടാ.